പഞ്ചായത്ത് പോകുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ ഉണ്ട് നമ്മളോടൊപ്പം. നമസ്കാരം ശ്രീമതി മിനി. മാലിന്യമുക്ത പഞ്ചായത്ത് എന്നതിൽ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിനായി അശ്രാന്തം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് ചടയമംഗലം. ഒപ്പം തന്നെ വയോജനങ്ങൾക്കായും സ്ത്രീ സുരക്ഷയ്ക്കായും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, അത് നടപ്പിലാക്കുന്നുമുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമ്മുടെ സർക്കാരിനൊപ്പം തന്നെയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തും നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ വയോജനങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഗുണപ്രദമായ ഒട്ടനവധി പ്രോജക്റ്റുകളാണ് ഈ കഴിഞ്ഞ 5 വർഷം നമ്മളിപ്പോ ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളിലെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവിധ പദ്ധതികളാണ് നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ദാരിദ്ര്യ ലഘൂകരണ മേഖലയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം. ആ കുടുംബശ്രീ വഴി നമ്മുടെ വനിതകളെ മുമ്പോട്ട് കൊണ്ടുവരികയും അവർ നിലവിലുള്ള സംരംഭങ്ങൾ അവരേറ്റെടുക്കുന്ന സംരംഭങ്ങൾക്ക് സബ്സിഡി അടക്കം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും പണം മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ ഗ്രാമപഞ്ചായത്ത് എല്ലാ വാർഷിക പദ്ധതികളും ഉൾപ്പെടുത്തി ചെയ്യാറുണ്ട്. തീർച്ചയായും ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതി, തൊഴിൽ സംരംഭങ്ങൾ എന്നിവയെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണല്ലോ നിലവിൽ നടപ്പിലാക്കി വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. അതിൽ എടുത്തു പറയാൻ പറ്റുന്നത് ഇപ്പം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതുപോലെ ക്ഷീരമേഖലയും അതുപോലെ തന്നെയാണ് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. അപ്പം അതിലെല്ലാം തന്നെ വനിതകളെ കൂടുതലും വനിതകളുമായി ബന്ധിച്ചുള്ള പ്രോജക്റ്റുകളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. ഈ ക്ഷീരമേഖലയിൽ ഇപ്പം എടുത്തു പറയാൻ പറ്റും, ഞാൻ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഞാനൊരു ക്ഷീര കർഷകയാണ്. അപ്പം പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള മുൻഗണനാ പ്രോജക്റ്റുകളും ഗ്രാമപഞ്ചായത്ത് എടുത്ത് ചെയ്യാറുണ്ട്. അതിലിപ്പോ നമ്മുടെ മന്ത്രിയുടെ ഫണ്ടുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് നമ്മുടെ ക്ഷീരഗ്രാമം പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയാണ്. വളരെ മികച്ച രീതിയിൽ ഗ്രാമപഞ്ചായത്തിനെ അത് നടത്തിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. തീർച്ചയായും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിലുപരി ഒരു ക്ഷീര കർഷകയാണ് എന്ന് പറയുന്ന അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾ, അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നടപ്പിലാക്കി വരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇനിയും ഉണ്ടാകട്ടെ, അതെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ ലൈഫ് ഭവന പദ്ധതിയുമായി PMA പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്രത്തോളം വീടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്? എത്രത്തോളം വീടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തില് നമുക്ക് ലൈഫ് മിഷൻ വഴി അപേക്ഷ ഉണ്ടായിരുന്ന മുഴുവൻ പട്ടികജാതി വിഭാഗക്കാർക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ജനവിഭാഗക്കാർക്ക് നിലവിൽ നമ്മൾ ആ സംവിധാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പം നമുക്കറിയാം, നമുക്ക് സർക്കാർ അതിദരിദ്രരില്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാച്ചിലാണ്. അപ്പൊ അതിനോടൊപ്പം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലും അത്തരത്തില് കുറച്ച് അതിദരിദ്ര വിഭാഗക്കാരെ കണ്ടെത്തുകയും ഞങ്ങൾ അവർക്ക് വേണ്ടി അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും പിന്നെ അതിദരിദ്രർക്ക് വീടില്ലാത്ത അതിദരിദ്രർക്ക് വീട് വെച്ചു കൊടുക്കുന്നതും അവർക്ക് മെയിന്റനൻസ് ആവശ്യമുള്ള മുഴുവൻ അത്തരത്തിൽ വന്നിട്ടുള്ള മുഴുവൻ ദരിദ്രർക്കും ഞങ്ങൾ ഫണ്ട് ഉൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ട് വീട് താമസ സൗകര്യമാക്കി കൊടുക്കുകയും അവരുടെ ഭക്ഷണത്തിന് ഉൾപ്പെടെ പൈസ മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വരുന്ന മാസങ്ങൾ, അതായത് ഒരു 2-3 മാസം കൊണ്ട് ഞങ്ങൾക്ക് അത് പൂർണ്ണമായ രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും. ഒപ്പം ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി വസ്തുവും വീടും ഇല്ലാത്ത പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ടി വസ്തു വാങ്ങിക്കുന്നതിന് വേണ്ടി ഇപ്പൊ ഏകദേശം 20 ലക്ഷത്തോളം രൂപ ഈ അവസാന ഘട്ടത്തിലെ പദ്ധതിയിലും ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്.
തീർച്ചയായും ഈ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായെല്ലാം തന്നെ എത്രത്തോളം ഗ്രാമീണ റോഡുകൾ യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്? പ്രത്യേകിച്ച് ഈ വഴിവിളക്കുകളെല്ലാം തന്നെ തെളിയിച്ചുകൊണ്ട് പ്രകാശപൂരിതമാക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്. വഴിവിളക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വഴിവിളക്ക് എനിക്ക് തോന്നുന്ന എല്ലാ പഞ്ചായത്തിലും ഏറ്റവും കൂടുതൽ ഭരണസമിതി വിമർശനം നേരിടുന്ന ഒരെണ്ണമാണ് ഈ വഴിവിളക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചധികം പൈസ ഈ മേഖലയിലേക്ക് മാറ്റിവെക്കുകയും ഈ ഭരണസമിതി വന്നതിന് ശേഷം കുറെ അധികം ഭാഗങ്ങളിൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയ വിവേചനവും ഇല്ലാതെ തന്നെ 15 വാർഡുകളാണുള്ളത്. LDF അതുപോലെ BJP, കോൺഗ്രസ്, ഞങ്ങൾ ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ 15 വാർഡുകളിലും സ്ട്രീറ്റ് മെയിൻ നീട്ടുന്നതിന് വേണ്ടി പണം മാറ്റിവെക്കുകയും അതോടൊപ്പം എല്ലാ വാർഡുകളിലും വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി ബൾബ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രോജക്ട് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റെടുത്ത് വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. എങ്കിലും ഈ കറണ്ട് ആയാലും ഈ വെളിച്ചമായാലും വെള്ളമായാലും വഴിയായാലും ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അത് ഓരോ പ്രാവശ്യവും വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യവും ഞങ്ങൾ അതിനുവേണ്ടി പണം മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഭരണസമിതിയുടെ അവസാന സമയമാണ്. തീർച്ചയായിട്ടും ഞങ്ങള് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ വെളിച്ചത്തിന്റെ, അതായത് ഈ വഴിവിളക്കിന്റെ കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള പ്രോജക്റ്റ് ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായും സമയബന്ധിതമായ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ, ജനങ്ങളിലേക്ക് സേവനങ്ങൾ എത്തിക്കുന്നതിൽ ചടയമംഗലം പഞ്ചായത്ത് ഏറെ അഭിനന്ദനം അർഹിക്കുന്നു. തുടർച്ചും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ പ്രാമുഖ്യം നൽകുന്ന ഒരു പഞ്ചായത്താണ് എന്ന് പറഞ്ഞല്ലോ. ഈ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം പഞ്ചായത്തിൽ നേരിടുന്നുണ്ടോ? അതിനെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? തീർച്ചയായിട്ടും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പന്നി, മറ്റ് മൃഗങ്ങളുടെ എല്ലാം ആക്രമണമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പദ്ധതിയിലും ഞങ്ങള് ജൈവവേലി അടക്കം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ പ്രോജക്റ്റിന് വേണ്ടി പണം മാറ്റിവെക്കുകയും ചെയ്തു. ആ പണം മാറ്റിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒക്കെ തന്നെ ഒട്ടനവധി അപേക്ഷകൾ വരികയും അത്തരത്തിൽ കർഷകര് ജൈവവേലി പോലുള്ള സംവിധാനത്തിലേക്ക് വരികയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോഴും നല്ലൊരു ശതമാനം തുക അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകളാണ്. അപ്പം കർഷകരിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു ഘട്ടം. തീർച്ചയായിട്ടും അവരെ 100% ഞങ്ങൾ ഇത്തരത്തിൽ സഹായിക്കും. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് അനന്തമായിട്ടുള്ള സാധ്യതയുള്ള ഒരു പഞ്ചായത്താണല്ലോ. ഈ ടൂറിസം മേഖലയെ വിപുലീകരിക്കുന്നതിനായി എന്തൊക്കെ പദ്ധതികളാണ് നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ടൂറിസത്തെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ ലോക രാഷ്ട്രത്തിൽ തന്നെ ഇടം പിടിച്ച് നമ്മുടെ ജഡായു ടൂറിസമാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് പഞ്ചായത്തിന് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റ് ഫണ്ടുകളൊന്നും തന്നെ കിട്ടാത്ത ഒരു രീതിയാണ്. കാര്യം ഇത് നേരിട്ട് സർക്കാർ ഏകദേശം 30 വർഷത്തോളം ലീസിന് കൊടുത്തിരിക്കുകയാണ് ഈ ടൂറിസം മേഖല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അതെല്ലാം തന്നെ കുറച്ച് അറിയാലോ, പണം മുടക്കിയിരിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. പക്ഷെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിനെ അടക്കം ചേർത്തുകൊണ്ട് അവിടെ ഇനി മുമ്പോട്ട് വരുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് പോകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം ഗ്രാമപഞ്ചായത്തിലും നമ്മുടെ 15 വാർഡുകളിലും വികസന പ്രവർത്തനം എത്തുന്നതിന് വേണ്ടി ഉള്ള ഫണ്ട് അടക്കം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി സാധിക്കുള്ളൂ. അപ്പം അത് ഭരണസമിതി ആലോചിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടുമായി ഭരണസമിതി മുമ്പോട്ട് പോവുകയാണ്. മാലിന്യ സംസ്കരണ രംഗത്തെ മികച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മാലിന്യ സംസ്കരണ രംഗത്തെ മികച്ച നേട്ടങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്
ഞങ്ങളിവിടെ 3 ശുചീകരണ തൊഴിലാളികളെ എടുക്കുകയും ഞങ്ങളുടെ ജംഗ്ഷൻ അടക്കമുള്ള പ്രദേശങ്ങൾ പിന്നെ വൃത്തിയാക്കുന്നതിനും മറ്റും ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ പിന്നെ നഗരഭാഗം എല്ലാം തന്നെ എപ്പോഴും രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തന്നെ ഞങ്ങളുടെ കടയെല്ലാം തുറക്കുമ്പോൾ തന്നെ എല്ലാം ക്ലീൻ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ സ്കൂളുകളെല്ലാം തന്നെ ഹരിത സ്കൂളുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടികൾ മുഴുവൻ ഹരിത അംഗനവാടികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഹരിത നമ്മുടെ നമ്മുടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ വലിച്ചെറിയുന്ന നമ്മുടെ വീടുകളിലായാലും മറ്റും പ്ലാസ്റ്റിക് ഉൾപ്പെടെ വലിച്ചെറിയുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഹരിതകർമ്മസേന 30ഓളം ഹരിതകർമ്മസേനയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അപ്പം നമുക്ക് മികച്ച ഒരു MCF അടക്കം ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഹരിതകർമ്മസേനയെ ഏറ്റെടുത്തുകൊണ്ട് അവര് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലുമുള്ള വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുകയും അത് സമയബന്ധിതമായി അത് ഇവിടുന്ന് മാറ്റുന്നതിനും മറ്റും എല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു മാലിന്യ സംസ്കരണ മേഖലയിൽ എല്ലാ പഞ്ചായത്തുകളും, എനിക്ക് തോന്നുന്നു എല്ലാ പഞ്ചായത്തുകളും കൈവരിച്ച ഒരു നേട്ടം തന്നെയാണ്. ആ നേട്ടത്തിനോടൊപ്പം സർക്കാർ കൊണ്ടുവന്ന ഇതിനോടൊപ്പം ചടയമംഗലം പഞ്ചായത്തും യോജിച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ സ്വപ്ന പദ്ധതികളായ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കാനുണ്ട്. അത്തരത്തിൽ സ്വപ്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഇനി കരുതിയിരിക്കുന്നത്? സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ബഡ് സ്കൂളിന്റെ കാര്യമാണ്. കാര്യം ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഞങ്ങള് പല ഗ്രാമസഭയ്ക്കും പോകുമ്പോൾ അറിയാമല്ലോ, ബഡ് സ്കൂളിനെ സംബന്ധിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് 10-30ഓളം കുട്ടികൾക്ക് പോകുന്നതിനും വരുന്നതിനും വേണ്ടിയുള്ള സംവിധാനം മറ്റു പഞ്ചായത്തുകളെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾക്ക് തുടങ്ങുന്നതിനൊരു ബിൽഡിംഗ് പോലും ഇല്ലായിരുന്നു. അപ്പോഴും ഞങ്ങളുടെ സമിതി ആലോചിക്കുകയും ഞങ്ങളൊരു വാടക കെട്ടിടം തൽക്കാലത്തേക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് പോയി. പോയതിനു ശേഷം ഞങ്ങളുടെ കുട്ടികളുടെ ഭക്ഷണം, അതുപോലെ ആയക്കുള്ള ശമ്പളം, ടീച്ചർക്കുള്ള ശമ്പളം, വണ്ടി വാടക, കുട്ടികളെ രാവിലെ ചെന്ന് എടുക്കുക, സ്കൂളിൽ കൊണ്ടാക്കുക, തിരിച്ചു കൊണ്ടാക്കുക, അപ്പൊ ഇതെല്ലാം തന്നെ പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു സംവിധാനം ഞങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വേണ്ടിയത് ഞങ്ങളുടെ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യവും അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വിദ്യാലയം കൂടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പദ്ധതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ സ്വന്തമായി ഉണ്ടായിരുന്ന ഏകദേശം 20 സെന്റോളം ഭൂമി ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംബി ഡാനിയൽ, അദ്ദേഹം 40 ലക്ഷം രൂപ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന് ബഡ് സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ച് തരാമെന്ന് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം ആയി, എസ്റ്റിമേറ്റ് അടക്കം ഞങ്ങൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ സിവിൽ സ്റ്റേഷൻ, കളിസ്ഥലം, അതെല്ലാം നിർമ്മാണ ഘട്ടത്തിലാണ്. ഈ കളിസ്ഥലം അതിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ്. സിവിൽ സ്റ്റേഷൻ ഏകദേശം ഇപ്പോൾ 1 മാസത്തിനകം അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കും. ഒപ്പം തന്നെ ഞങ്ങളുടെ മൃഗാശുപത്രി, ഞങ്ങള് കൃഷിഭവന്റെ തൊട്ടു മേലാണ് മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത്. സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അതിന് ഞങ്ങളുടെ ബഹുമാനിയായിട്ടുള്ള മിനിസ്റ്ററും ചടയമംഗലത്തിന്റെ MLA കൂടിയായിട്ടുള്ള ജെ ചിഞ്ചുറാണി 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതിനും ഞങ്ങൾ വസ്തു വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇപ്പോ ഈ ചടയമംഗലത്ത് വരുന്നതിന് വേണ്ടി MLA കൂടെ പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള വികസന പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് മിനി സുനിൽ നമ്മളോട് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി മിനി സുനിൽ.